എത്രയോ എന്താ പറയാ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് ജയേന്ദ്രൻ സാറിനെ അറിയാം. അതിനൊരു മഹാഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിനെ പോലുള്ള ഒരു ലെജൻഡിനെ റിപ്ലേസ് ചെയ്യാനായിട്ട് ആരുമില്ല, നമുക്കറിയാം അത്. എങ്ങനെ മ്യൂസിക് എന്നുള്ളൊരു എൻറ്റിറ്റീനെ ഫുൾ ഓരോ സെല്ലിലും ഓരോ ആറ്റമിലും എപ്പോഴും നിറഞ്ഞ് മ്യൂസിക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ സിംഗിങ് എന്ന് പറയുന്നത് കമന്റ് ചെയ്യാനോ അതിനെപ്പറ്റി പ്രേസ് ചെയ്യാനുള്ള ഒരു അർഹത പോലും എനിക്കില്ല. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് എന്നെ പോലുള്ള നെക്സ്റ്റ് ജനറേഷൻ സിംഗേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കാരണം ഒരുപാട് ഷോസ് അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ റെക്കോർഡിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഈവൻ ടുവേർഡ്സ് ലേറ്റർ സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ് അദ്ദേഹം പറയാറുണ്ട്, ഞാനിപ്പം പ്രാക്ടീസ് സിംഗിങ് അധികമില്ല, പക്ഷെ കേൾവി ലിസണിങ് ഒരുപാടുണ്ടെന്ന്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, എപ്പോഴും അദ്ദേഹം ഒരു മ്യൂസിക്കിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, മ്യൂസിക്കിന്റെ ഭക്തനായിരുന്നു. ആ ഒരു ഓണസ്റ്റിയാണ് അദ്ദേഹത്തിന്റെ സിംഗിങ്ങിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. അതായത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള സിംഗിങ് ആണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലും യാതൊരു പള്ളം എന്നുള്ള സാധനം പേഴ്സണാലിറ്റിയിലും ഇല്ല, സിംഗിങ്ങിലും ഇല്ല. അത്ര ഒരു ഓപ്പൺ ബ്യൂട്ടിഫുൾ തുറന്ന സിംഗിങ്. അപ്പം അദ്ദേഹം എപ്പോഴും നമ്മളെല്ലാവരെയും അദ്ദേഹത്തിന്റെ മ്യൂസിക് വിൽ ലിവ് ഫോർ എവർ, ഫോർ ജനറേഷൻസ് ടു കം. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിനൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മെയിൻ സംസാരിക്കാനുള്ളത് സുശീലാമ്മയെ പറ്റിയും മുഹമ്മദ് റഫീ സാറിനെ പറ്റിയാണ്. സുശീലാമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ കുട്ടികളുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ. അങ്ങനെ നീ ആ പാട്ട് പഠിക്കണം, സുശീലാമ്മയുടെ ഈ പാട്ട് പഠിക്കണം, റഫീ സാറിന്റെ ഈ പാട്ട് പഠിക്കണം, എന്നിട്ട് അവരെങ്ങനെയാണ് ഫീല് കൊണ്ടുവരുന്നത് എന്നുള്ളത് പഠിക്കണം. ഇൻഫാക്ട് ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഉള്ള വൺ ഓഫ് ദ മെയിൻ കാരണങ്ങളും അദ്ദേഹമാണ്. കാരണം എന്റെ അച്ഛന്റെ പേഷ്യന്റ് ആയിരുന്നു അദ്ദേഹം. എന്റെ അച്ഛൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ കോളേജിലുള്ളൊക്കെ തന്നെ അദ്ദേഹം വീട്ടിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ എന്റെ പാട്ട് അന്ന് ഞാൻ കസിൻസ് ഒക്കെ പാടുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, കേട്ടിട്ട് ഈ ഹിന്ദുസ്ഥാനി പഠിച്ചാൽ നന്നാവും. അപ്പൊ ആ ഒരു ലാളിത്യം, അതായത് അന്നേ അദ്ദേഹം എത്രയോ ഡെക്കറ്റ്സ് ആയിട്ട് അദ്ദേഹം ഒരു ലെജൻഡാണ്. പക്ഷെ എന്നെ പോലത്തെ അന്ന് പ്രൊഫഷണൽ ഫീൽഡിൽ പോലും കടക്കാത്തൊരു സിംഗറിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സുരേഷ് വാഡ്കർ സാറിന് ഫോൺ വിളിച്ച് പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു എന്താ പറയാ, അത് അങ്ങനെ ഒരു ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതിന്ന് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് ജസ്റ്റ് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ, യു ആർ എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് അദ്ദേഹത്തിന്റെ. ഇപ്പം വീട്ടിൽ ഊണ് കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എന്റെ അമ്മയുടെ പാചകം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറെ സ്വീറ്റ് മെമ്മറീസ് ഉണ്ട്. അതിനൊക്കെ നന്ദി, സാഷ്ടാംഗ പ്രണാം.